ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പപാളിയിലെ കേസിലും ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ പ്രതി ചേർത്തു. സ്വർണം കടത്തിയ പത്മകുമാറിന്റെ അറിവോടെയാണെന്നാണ് SITയുടെ റിപ്പോർട്ട്. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ S. ശ്രീകുമാറിന്റെയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ഈ ഒരു ശ്രീകുമാറിന്റെയും അതുപോലെ തന്നെ S. ജയശ്രീയുടെയും അടക്കം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കടുത്ത നടപടികളിലേക്ക് SIT പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം. എന്തായാലും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്ന ഒരു കാര്യം. കട്ടളപ്പാളി കേസിന് പിന്നാലെ ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പത്മകുമാറിനെ പ്രതി ചേർത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. പത്മകുമാർ ഇപ്പോൾ 2 കേസിലും പത്മകുമാർ പ്രതിയായിരിക്കുന്നു എന്നതാണ് ചേർത്ത് പറയേണ്ടത്. എന്തായാലും ഈ ജയിലിലെത്തി SIT സംഘം പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. നിലവിൽ പത്മകുമാർ റിമാൻഡിലാണ്. ഇന്ന് റിമാൻഡ് കാലാവധി തീരുന്ന ഒരു ദിവസം കൂടിയാണ്. എന്തായാലും ഇന്നാണ് ഈ പത്മകുമാറിനെ പ്രതി ചേർത്തുള്ള റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ പത്മകുമാറിനെ ജയിലിലെത്തി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കടത്തിയത് പത്മകുമാറിന്റെ അറിവോടെ എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്ന ഒരു കാര്യം. എന്തായാലും 2019 ദ്വാരപാലക ശില്പങ്ങളുടെ പാളി കടത്തിക്കൊണ്ടുപോയി സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ പത്മകുമാറിനെയും പ്രതി ചേർത്തിരിക്കുന്നത്. നേരത്തെ കട്ടളപ്പാളിയിലെ സ്വർണം കവർന്ന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പത്മകുമാറിനെ പ്രതി ചേർത്തത്. 2019 ദേവസ്വം ബോർഡ് ഭരണസമിതി ആകെ ഈ കേസിൽ പ്രതി ചേർത്തിരുന്നു. 8ാം പ്രതി സ്ഥാനത്തായിരുന്നു ഈ ഭരണസമിതിയെ പ്രതി ചേർത്തിരുന്നത്. ഈ എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ പത്മകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിമാൻഡിലാണ്. ഈ റിമാൻഡ് കാലാവധി ഇന്ന് തീരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലായിരുന്നു വീണ്ടും പത്മകുമാറിനെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് പത്മകുമാർ. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്നു പത്മകുമാർ. ഈ പത്മകുമാർ വീണ്ടും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഒരു കേസിലും കൂടി പ്രതിയായിരിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും പത്മകുമാർ നിലവിൽ റിമാൻഡിലാണ്. ഈ റിമാൻഡ് കാലാവധി ഇന്ന് തീരും. ഈ തീരുന്ന ഘട്ടത്തിലാണ് പുതിയൊരു കേസിലും കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് 2 പ്രധാന പ്രതികളായി ചേർത്തിരിക്കുന്ന 2 പേർ, അതായത് S. ജയശ്രീയും അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ തിരുവാഭരണ കമ്മീഷണർ S. ശ്രീകുമാറിൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി എന്നുള്ളതാണ്. അതും ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അന്വേഷണ സംഘത്തിന്റെ വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ഇരുവരുടെയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. S. ജയശ്രീ മുൻ ദേവസ്വം സെക്രട്ടറിയാണ്. അതോടൊപ്പം തന്നെ S. ശ്രീകുമാർ, അദ്ദേഹം തിരുവാഭരണ മുൻ കമ്മീഷണറാണ്. ഇരുവരും ജാമ്യം തേടി ഹൈക്കോടതി സമീപിക്കുകയായിരുന്നു. എന്തായാലും ഇരുവരുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. എന്തായാലും ഈ കേസിലെ 6ാം പ്രതിയാണ് ശ്രീകുമാർ. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട മഹസറിൽ ഒപ്പുവെച്ചത് ശ്രീകുമാർ എന്നാണ് SITയുടെ കണ്ടെത്തൽ. കൂടാതെ സ്വർണ്ണപ്പാളി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് മിനിറ്റ്സ് തിരുത്തിയെന്നതാണ് ജയശ്രീക്കെതിരായ കുറ്റം. കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. ആരോഗ്യം മോശമാണെന്ന ജയശ്രീയുടെ വാദം കോടതി തള്ളുകയുണ്ടായി. എന്തായാലും 2 പ്രധാനപ്പെട്ട ആളുകൾ, ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട തിരുവാഭരണ കമ്മീഷണറും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം സെക്രട്ടറിയുമായിരുന്ന 2 പേരുടെ ജാമ്യാപേക്ഷയും തള്ളിയെന്നതും എടുത്തു പറയുന്ന കാര്യം. എന്തായാലും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ ഒരു കേസിലും കൂടെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ തിരുവാഭരണ കമ്മീഷണറെ അതോടൊപ്പം തന്നെ ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ശരി, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പപാളിയിലെ കേസിലും ദേവസ്വം മുൻ പ്രസിഡന്റായ പത്മകുമാറിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. സ്വർണം കടത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണെന്നാണ് SITയുടെ റിപ്പോർട്ട്. അതേസമയം സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ S. ശ്രീകുമാറിന്റെയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ S. ജയശ്രീയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ